ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു എവരിഡേ ഐം കാൽക്കുലേറ്റിംഗ്. 2024 നടക്കാൻ പോകുന്ന PSC എക്സാമുകൾക്ക് തീർച്ചയായും ഉപകാരപ്രദമാകുന്ന 25 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ചോദ്യങ്ങളിലേക്ക് കടക്കും മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ മാത്രം ഒന്ന് ലൈക്കും കൂടി ചെയ്തേക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, 2023 35ാമത് ജിമ്മി ജോർജ് കായിക പുരസ്കാര ജേതാവ്. ഉത്തരം എം ശ്രീശങ്കർ. 2023 35ാമത് ജിമ്മി ജോർജ് കായിക പുരസ്കാര ജേതാവ് എം ശ്രീശങ്കർ ആണ്. ശ്രീശങ്കർ ഏത് കായിക വിഭാഗത്തിൽ നിന്നുള്ള താരമാണ് എന്ന് ചോദിച്ചാൽ ഉത്തരം അദ്ദേഹം ഒരു ലോങ് ജംപ് താരമാണ്. 2023 35ാമത് ജിമ്മി ജോർജ് കായിക പുരസ്കാര ജേതാവ് എം ശ്രീശങ്കർ ആണ്. ശ്രീശങ്കർ ഒരു ലോങ് ജംപ് താരമാണ്. അടുത്ത ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് എവിടെയാണ്? ഉത്തരം പുന്നപ്ര. കേരളത്തിലെ ആദ്യത്തെ ബീച്ച് ഇക്കോ ടൂറിസം പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നത് പുന്നപ്രയിലാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ക്രിക്കറ്റ് എ ടീമിനെ നയിക്കുന്ന ആദ്യ മലയാളി വനിതാ താരം. ഉത്തരം മിന്നു മണി. ഇന്ത്യൻ ക്രിക്കറ്റ് എ ടീമിനെ നയിക്കുന്ന ആദ്യ മലയാളി വനിതാ താരം മിന്നു മണിയാണ്. IPLന്റെ വനിതാ പതിപ്പായിട്ടുള്ള വിമൻസ് പ്രീമിയർ ലീഗിൽ മിന്നു മണി ഏത് ടീമിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഡൽഹി ക്യാപിറ്റൽസിനെയാണ്. IPLന്റെ വനിതാ പതിപ്പായിട്ടുള്ള വിമൻസ് പ്രീമിയർ ലീഗിൽ മിന്നു മണി ഏത് ടീമിനെയാണ് പ്രതിനിധീകരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഉത്തരം ഡൽഹി ക്യാപിറ്റൽസിനെയാണ്. ഇന്ത്യൻ ക്രിക്കറ്റ് എ ടീമിനെ നയിക്കുന്ന ആദ്യത്തെ മലയാളി വനിതാ താരമാണ് മിന്നു മണി. അടുത്ത ചോദ്യം, ഗസൽ ഗായകൻ ഉമ്പായിയുടെ ഓർമ്മയ്ക്കായി കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്ന ജില്ല. ഉത്തരം കോഴിക്കോട് ജില്ല. ഗസൽ ഗായകൻ ഉമ്പായിയുടെ ഓർമ്മയ്ക്കായി കേരളത്തിലെ ആദ്യത്തെ ഹിന്ദുസ്ഥാനി മ്യൂസിക് അക്കാദമി നിലവിൽ വരുന്ന ജില്ല കോഴിക്കോട് ജില്ല. അടുത്ത ചോദ്യം, തുടർച്ചയായ ഭൂചലനത്തെ തുടർന്ന് ഏത് രാജ്യമാണ് 2023 നവംബറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഉത്തരം ഐസ്ലാൻഡ്. തുടർച്ചയായ ഭൂചലനത്തെ തുടർന്ന് ഏത് രാജ്യമാണ് 2023 നവംബറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? ഉത്തരം ഐസ്ലാൻഡ് ആണ്. തുടർച്ചയായി 800ഓളം ഭൂചലനങ്ങൾ ഉണ്ടായതിനെ തുടർന്നാണ് ഐസ്ലാൻഡ് 2023 നവംബറിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. അടുത്ത ചോദ്യം, കുടുംബശ്രീ മിഷൻ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്ന് ഒക്ടോബർ 1 മുതൽ ഡിസംബർ 10 വരെ നടത്തിയ പരിപാടി തിരികെ സ്കൂളിലേക്ക്. കുടുംബശ്രീ മിഷൻ വിദ്യാഭ്യാസ വകുപ്പുമായി ചേർന്നിട്ട് ഒക്ടോബർ 1 മുതൽ ഡിസംബർ 10 വരെ നടത്തിയ പരിപാടിയാണ് തിരികെ സ്കൂളിലേക്ക്. അടുത്ത ചോദ്യം, കേരളപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായി വികസനത്തിന്റെ കേരള മാതൃകയെ ലോക ശ്രദ്ധയിലെത്തിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പരിപാടി കേരളീയം. കേരളപ്പിറവി ആഘോഷത്തിന്റെ ഭാഗമായി വികസനത്തിന്റെ കേരള മാതൃകയെ ലോക ശ്രദ്ധയിലെത്തിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച പരിപാടിയാണ് കേരളീയം. അടുത്ത ചോദ്യം, 2023 വയലാർ അവാർഡ് ജേതാവ്. ഉത്തരം ശ്രീകുമാരൻ തമ്പി. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം ഒരു പെൻഡുലം എന്ന ആത്മകഥയ്ക്കാണ് 2023 വയലാർ അവാർഡ് ലഭിച്ചത്. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി. അദ്ദേഹത്തെ അവാർഡിന് അർഹമാക്കിയ കൃതി ജീവിതം ഒരു പെൻഡുലം. അപ്പോൾ 2022 വയലാർ അവാർഡ് ജേതാവ് ആരാണ്? S ഹരീഷ് ആണ്. കൃതി മീശ. 2022 വയലാർ അവാർഡ് ജേതാവ് S ഹരീഷ്. കൃതി മീശ. 2023 വയലാർ അവാർഡ് ജേതാവ് ശ്രീകുമാരൻ തമ്പി. കൃതി ജീവിതം ഒരു പെൻഡുലം. അടുത്ത ചോദ്യം, കേരള സാക്ഷരതാ മിഷൻ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ചലച്ചിത്ര താരം. ഉത്തരം ഇന്ദ്രൻസ്. കേരള സാക്ഷരതാ മിഷന്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ ചലച്ചിത്ര താരം ശ്രീ ഇന്ദ്രൻസ് ആണ്. അടുത്ത ചോദ്യം,
2023 RBIയുടെ സർവേ പ്രകാരം രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ശരാശരി ദിവസ വേതനം ലഭിക്കുന്ന സംസ്ഥാനം കേരളം. 2023 RBIയുടെ സർവേ പ്രകാരം രാജ്യത്തെ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് ഏറ്റവും കൂടുതൽ ശരാശരി ദിവസ വേതനം ലഭിക്കുന്ന സംസ്ഥാനം നമ്മുടെ കേരളമാണ്. അടുത്ത ചോദ്യം, ലോക ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിൽ 26ാം തവണയും കിരീടം നേടിയ ഇന്ത്യൻ താരം. ഉത്തരം പങ്കജ് അദ്വാനി. ലോക ബില്യാർഡ്സ് ചാമ്പ്യൻഷിപ്പിൽ 26ാം തവണയും കിരീടം നേടിയ ഇന്ത്യൻ താരമാണ് പങ്കജ് അദ്വാനി. അടുത്ത ചോദ്യം, ഹാസ്യാവതരണത്തിനുള്ള എമ്മി പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ. ഉത്തരം വീർദാസ്. ഹാസ്യാവതരണത്തിനുള്ള എമ്മി പുരസ്കാരം നേടുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ വീർദാസ് ആണ്. വീർദാസ് ലാൻഡിംഗ് എന്ന പരമ്പരയ്ക്കാണ് മികച്ച ഹാസ്യ പരിപാടി വിഭാഗത്തിൽ നിന്നും ഇദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചത്. ഹാസ്യാവതരണത്തിനുള്ള എമ്മി പുരസ്കാരം നേടുന്ന ആദ്യ ഇന്ത്യക്കാരൻ വീർദാസ്. ഇന്ത്യയിലെ ആദ്യ വയോജന സൗഹൃദ നഗരമാവുന്നത് കോഴിക്കോട്. ഇന്ത്യയിലെ ആദ്യത്തെ വയോജന സൗഹൃദ നഗരമാവുന്നത് കോഴിക്കോടാണ്. അടുത്ത ചോദ്യം, ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന സച്ചിന്റെ റെക്കോർഡ് മറികടന്നത് വിരാട് കോഹ്ലിയാണ്. ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡ് മറികടന്നത് വിരാട് കോഹ്ലിയാണ്. ഇക്കഴിഞ്ഞ ലോകകപ്പ് മത്സരങ്ങൾക്കിടയിലാണ് അദ്ദേഹം ഈ ഒരു റെക്കോർഡ് മറികടന്നത്. ഇതുകൂടാതെ ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് എന്ന സച്ചിൻ ടെണ്ടുൽക്കറുടെ റെക്കോർഡും അദ്ദേഹം മറികടന്നായിരുന്നു. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് എന്ന സച്ചിന്റെ റെക്കോർഡും ഒപ്പം ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സെഞ്ചുറി എന്ന സച്ചിന്റെ റെക്കോർഡും വിരാട് കോഹ്ലി മറികടന്നു. അടുത്ത ചോദ്യം, 2025 സംസ്ഥാനത്തെ HIV മുക്തമാക്കുന്നതിനായുള്ള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിൻ. ഉത്തരം 1-0. 2025 സംസ്ഥാനത്തെ HIV മുക്തമാക്കുന്നതിനായുള്ള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിനാണ് 1-0. 2025 സംസ്ഥാനത്തെ HIV മുക്തമാക്കുന്നതിനായുള്ള ആരോഗ്യ വകുപ്പിന്റെ ക്യാമ്പയിൻ 1-0. അടുത്ത ചോദ്യം, 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ല. ഉത്തരം വയനാട് ജില്ല. 5 വയസ്സിൽ താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെന്റ് പൂർത്തിയാക്കിയ രാജ്യത്തെ ആദ്യത്തെ ജില്ലയാണ് വയനാട് ജില്ല. അടുത്ത ചോദ്യം, കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഉത്തരം PA മുഹമ്മദ് റിയാസ്. കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ശ്രീ PA മുഹമ്മദ് റിയാസ് ആണ്. അദ്ദേഹം കേരളത്തിന്റെ പൊതുമരാമത്ത് ടൂറിസം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാണ്. കേരള ടൂറിസം ചരിത്രവും വർത്തമാനവും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് PA മുഹമ്മദ് റിയാസ്. അക്കങ്ങൾ കൊത്തിയ അക്ഷരങ്ങൾ ആരുടെ കൃതിയാണ്? ഉത്തരം സേതു. അക്കങ്ങൾ കൊത്തിയ അക്ഷരങ്ങൾ ആരുടെ കൃതിയാണ്? ഉത്തരം സേതു. അടുത്ത ചോദ്യം, ലണ്ടനിലെ വേൾഡ് ട്രാവൽ മാർക്കറ്റിന്റെ 2023 മികച്ച പവിലിയൻ ഉള്ള പുരസ്കാരം ലഭിച്ചത് കേരള ടൂറിസത്തിനാണ്. ലണ്ടനിലെ വേൾഡ് ട്രാവൽ മാർക്കറ്റിന്റെ 2023 മികച്ച പവിലിയൻ ഉള്ള പുരസ്കാരം ലഭിച്ചത് കേരള ടൂറിസത്തിന്. അടുത്ത ചോദ്യം, ഏകദിന ലോകകപ്പിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് KL രാഹുലാണ്. ഏകദിന ലോകകപ്പിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് KL രാഹുലാണ്. ഇതിനോടൊപ്പം തന്നെ പഠിച്ചു വെക്കുക, ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ എന്ന റെക്കോർഡ് സ്വന്തമാക്കിയ താരം രോഹിത് ശർമ്മയാണ്. ഏകദിന ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടുന്ന താരം എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് രോഹിത് ശർമ്മയാണ്. ഏകദിന ലോകകപ്പിൽ ഒരു ഇന്ത്യൻ താരത്തിന്റെ ഏറ്റവും വേഗമേറിയ സെഞ്ചുറി എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് KL രാഹുലാണ്. ഒരു ലോകകപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയത് വിരാട് കോഹ്ലിയുമാണ്. അടുത്ത ചോദ്യം,
ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ എന്ന പദവി സ്വന്തമാക്കിയ രാജ്യം? ഉത്തരം സിംഗപ്പൂർ. ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ എന്ന റെക്കോർഡ് കരസ്ഥമാക്കിയ രാജ്യം സിംഗപ്പൂരാണ്. ലോകത്തെ ഏറ്റവും സ്വതന്ത്ര സമ്പദ് വ്യവസ്ഥ എന്ന പദവി സ്വന്തമാക്കിയ രാജ്യം സിംഗപ്പൂർ. അടുത്ത ചോദ്യം, സ്പെയിനിന്റെ പുതിയ പ്രധാനമന്ത്രി? ഉത്തരം പെട്രോ സാഞ്ചസ്. സ്പെയിനിന്റെ പുതിയ പ്രധാനമന്ത്രി പെട്രോ സാഞ്ചസ്. അടുത്ത ചോദ്യം, മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാളോ ഇരുവരുമോ മരണപ്പെട്ട സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കായി സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതി സ്നേഹപൂർവം. മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരാളോ ഇരുവരുമോ മരണപ്പെട്ട സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന കുട്ടികൾക്കായി സാമൂഹ്യ സുരക്ഷാ മിഷൻ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. അടുത്ത ചോദ്യം, രാജ്യത്തെ മികച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത്? ഉത്തരം ബെള്ളൂർ. രാജ്യത്തെ മികച്ച കുടുംബാരോഗ്യ കേന്ദ്രത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ച കേരളത്തിലെ പഞ്ചായത്ത് ബെള്ളൂർ പഞ്ചായത്താണ്. ബെള്ളൂർ കാസർഗോഡ് ജില്ലയിലാണ്. അടുത്ത ചോദ്യം, നിലവിലെ ഇന്റർനെറ്റ് വേഗതയുടെ 10 മടങ്ങ് വേഗതയുള്ള പുത്തൻ തലമുറ ഇന്റർനെറ്റ് പുറത്തിറക്കിയ രാജ്യം? ഉത്തരം ചൈന. നിലവിലെ ഇന്റർനെറ്റ് വേഗതയുടെ 10 മടങ്ങ് വേഗതയുള്ള പുത്തൻ തലമുറ ഇന്റർനെറ്റ് പുറത്തിറക്കിയ രാജ്യം ചൈനയാണ്.